നമുക്ക് 2 വണ്ടി കളിപ്പുറന്നുണ്ടായിരുന്നു. ബാക്കി ഇപ്പോൾ നമ്മളൊരു 10 സ്റ്റേഷന് വേണ്ടി വിട്ടിട്ടുണ്ടായിരുന്നു. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്നുള്ള വലിയ 12,000 ലിറ്ററിന് 2 ടാങ്കർ ഉൾപ്പെടെയുള്ള വണ്ടികൾ അങ്ങനെ 8 വണ്ടികൾ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കി കുറച്ച് വണ്ടികൾ വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് കൺട്രോൾഡ് ആവാൻ പറ്റും. കാരണം ആദ്യം കത്തിയതൊക്കെ കത്തിപ്പോയി എന്നുള്ളതാണ്. ഫസ്റ്റത്തെ അത്രയ്ക്ക് സ്പ്രെഡ് ആയിരുന്നു. ഭയങ്കര പെട്ടെന്ന് കത്തുന്ന വസ്തുക്കളാണ് അകത്തുള്ളത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ തീ പിടിച്ച് ഉടനെ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നല്ലോണം സ്പ്രെഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബാക്കി വണ്ടി എത്താനുള്ള ചെറിയൊരു ടൈം ഡിലേ മാത്രമേ വരുന്നുള്ളൂ. കാരണം തളിപ്പുറമേ 2 വണ്ടി എത്തി. ബാക്കി സ്റ്റേഷനിലേക്ക് ഒരു അരമണിക്കൂറിനും ബാക്കി വണ്ടികൾ എത്തിയിട്ടുണ്ട്. ഇനി അല്ലല്ല, തളിപ്പുറം നിന്ന് വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഗോള് കിട്ടിയിട്ടാണ് നമ്മൾ വരുന്നത്. തീയന്തന വിധേയത സ്പ്രെഡ് ചെയ്യുന്നത് തടഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യം കുറച്ച് സാധനങ്ങൾ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് കുറേശ്ശെ അണയ്ക്കാൻ പറ്റുള്ളൂ. ഇല്ലില്ല, അത്ര വിഷയങ്ങൾ വരുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള ബിൽഡിങ്ങിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ആ വിഷയങ്ങളൊന്നുമില്ല. പിന്നെ ആൾറെഡി ആദ്യം കത്തിയ സ്റ്റോക്ക് നല്ലോണം കത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കി ഇല്ല, ഓക്കെ. അല്ല, ആൾക്കാർക്കൊന്നും പ്രശ്നം ഉണ്ടായിട്ടില്ല. നിഖിൽ, എന്താണിപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ചെറിയ പ്രതിഷേധം എന്തോ രൂപപ്പെടുന്നത് പോലെ തോന്നുന്നുണ്ടല്ലോ. എന്താണ് സംഭവിക്കുന്നത്? ലക്ഷ്മിനാഥ്, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. ആ സമയത്ത് അത് ഇപ്പോൾ അങ്ങനെ സംസാരിക്കേണ്ട എന്ന് നാട്ടുകാർ പറയുകയായിരുന്നു. ആ ഒരു ചെറിയ വാക്കേറ്റം നാട്ടുകാർക്കിടയിൽ തന്നെ ഉണ്ടായതാണ്. അതേതായാലും പോലീസ് ഇടപെട്ട് ആ ഭാഗം ശാന്തമാക്കിയിട്ടുണ്ട്. ഏതായാലും ഈ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാനുള്ള അത്രത്തോളം കഠിനമായൊരു ശ്രമമാണ് നാട്ടുകാരും ഫയർഫോഴ്സും എല്ലാം ചേർന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയിലുള്ള ചെറിയ പ്രശ്നങ്ങളാണ്. അത് നാട്ടുകാർക്ക് സ്വാഭാവികമായും നേരത്തെ ഈ ഫയർഫോഴ്സ് എത്താൻ വൈകി എന്നതുൾപ്പെടെയുള്ള പരാതികളുണ്ടായിരുന്നു. ആ പരാതി ഉൾപ്പെടെയാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പ്രശ്നത്തിലേക്ക് എത്തിയത്. പോലീസ് കൂടുതൽ പോലീസ് സേനയും ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. വലിയ രീതിയിൽ ആളുകൾ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട്. അതെല്ലാം സ്വാഭാവികമായും അക്കാര്യത്തിൽ പ്രതിഷേധമുണ്ട്. ഇത് ഫയർഫോഴ്സ് എത്താൻ വൈകി 1.5 മണിക്കൂറോളം ഇത്രയും വലിയൊരു തീപിടുത്തം ഉണ്ടായിട്ടും 2 യൂണിറ്റ് ഫയർഫോഴ്സ് മാത്രമാണ് എത്തിയത് എന്നൊരു പരാതി നേരത്തെ തന്നെ നാട്ടുകാർക്കുണ്ടായിരുന്നു. അതുൾപ്പെടെയാണ് അങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് പോയത്. ഏതായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ് പ്രാഥമിക ലക്ഷ്യം എന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അവർ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ള കൂടുതൽ യൂണിറ്റുകൾ ഇങ്ങോട്ട് എത്തിക്കാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടി ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതിനപ്പുറത്തേക്ക് തീ പടരാതിരിക്കുക. ഇപ്പം ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആദ്യം തീ പിടിച്ച ഭാഗത്ത് അവിടെ ആ തീ നിയന്ത്രണ വിധേയമാക്കുക എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ
കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങൾ കൂടി നടത്തുന്നുണ്ട് എന്നതാണ് പറയുന്നത്. അതിനുള്ള ശ്രമം കൂടി നടത്തുന്നതെന്ന് പറയുന്നു. അതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങളാണ് ഫയർഫോഴ്സ് ഇപ്പോൾ പ്രധാനമായും നോക്കുന്നത്. ഒരു വശത്ത് ഈ തീ കെടുത്തുക, അതിനൊപ്പം തന്നെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. ആ കാര്യങ്ങളാണ് ഫയർഫോഴ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടം ഈ നഗരത്തിൽ ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞു. സ്വാഭാവികമായും അവർക്കിടയിലുള്ള സംസാരങ്ങളൊക്കെ പലപ്പോഴും പല ഘട്ടങ്ങളിൽ പല രീതിയിലേക്ക് വഴിമാറി പോകുന്നു. അത്തരം തർക്കങ്ങൾ കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ തർക്കമാണ് നേരത്തെ കണ്ടത്. അതേതായാലും പോലീസ് ഇടപെട്ട് പരിഹരിച്ചിട്ടുണ്ട്. ഇപ്പോൾ തീ കൂടുതൽ പടരുന്നത് തടയുക എന്ന ശ്രമമാണ് ഫയർഫോഴ്സിൻ്റെ കൂടുതൽ യൂണിറ്റുകൾ എത്തി അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.